എനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ മകന് വാക്ക് തരുന്നു, എന്റെ അവസാന ശ്വാസം വരെ അവനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. ഈ പുസ്തകം കൃത്യസമയത്ത് നിന്റെ കൈകളിലെത്തും. അതുവരെ ഈ പുസ്തകം ആരും സ്പർശിക്കില്ല. അങ്ങനെ വാക്ക് കൊടുത്ത ശേഷം മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. പിന്നീട് വായുപുത്ര വംശത്തെ യുവരാജാവ് നീലകണ്ഠൻ തമ്പി എന്ന പേരിൽ അവൻ അറിയപ്പെട്ടു. അതാ നോക്കൂ, യുവരാജാവ് നീലകണ്ഠൻ തമ്പി എഴുന്നള്ളുന്നു. നമ്മുടെ രാജകുമാരൻ എന്ത് സുന്ദരനാണ്. അവൻ അവന്റെ അച്ഛനേക്കാൾ വലിയ ദയാലുവാണ്. യുവരാജാവ് നീലകണ്ഠൻ തമ്പി തന്റെ പിതാവ് വീരേന്ദ്രൻ തമ്പിയേക്കാൾ കൂടുതൽ ജനകീയനായിരുന്നു. മാത്രമല്ല യുദ്ധമുറകളിൽ ഒന്നാമനായിരുന്നു. എല്ലാം നല്ല രീതിയിൽ നടന്നു വരികയായിരുന്നു. പക്ഷേ ഒരു ദിവസം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദുരന്തം സംഭവിച്ചു. മോനെ നീലകണ്ഠ, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിന്റെ ഈ ജന്മത്തിലുണ്ട്. നീ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്, ശക്തനാണ്, എന്നേക്കാൾ ശക്തനാണ്. നീ എന്നോട് ഈ രാജ്യത്തോടും ഇവിടുത്തെ ജനങ്ങളോടും സത്യം ചെയ്യണം. ഇല്ല അച്ഛാ, അങ്ങേക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. മോനെ നീലകണ്ഠ, ഒന്നും സംഭവിക്കില്ല. ഇവിടെയുള്ള ആരോ ആണ് എനിക്ക് ഈ വിഷം തന്നത്. അച്ഛാ, അച്ഛൻ എന്നെ വിട്ട് പോകരുത്. മോനെ, എന്റെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇത്രയും കാലം ഈ പുസ്തകം ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇത് മറ്റൊരാളുടെ കയ്യിലെത്താൻ പാടില്ല.